ഇമ്രാൻഖാൻ, നിങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ ധീരനെന്ന് വിളിക്കാം, പക്ഷേ പാകിസ്ഥാൻ കോണ്ടെക്സ്റ്റിൽ അങ്ങേയറ്റം അപ്രായോഗികമായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്തു. അതെന്താണെന്ന് വെച്ചാൽ ആർമിയെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ആർമിയെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം, ഇന്നിപ്പം ആർമി ചീഫായിട്ടുള്ള ആസിം മുനീറിന് മുനീറിന് ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ല. അന്നത്തെ ചീഫുണ്ടല്ലോ ബജ്വയ്ക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ല. ബജ്വ ISIയുടെ ചീഫായിട്ട് ബജ്വ നിർദ്ദേശിച്ച ആളെ ഇദ്ദേഹം മാറ്റുകയും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാൾ ISIയുടെ ചീഫാക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനാണ്. ആർമിയായിട്ട് അങ്ങനെ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിൽ പോയിക്കൊണ്ട് പാകിസ്ഥാനിൽ ഒരു പൊളിറ്റീഷ്യനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആ പരിപാടിയാണ് ഇമ്രാൻഖാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ചോദ്യം ചെയ്ത ധീരനായ രാഷ്ട്രീയക്കാരൻ എന്ന് വിളിക്കാം. പക്ഷേ പാകിസ്ഥാനിൽ എന്താണ്, അങ്ങേയറ്റം അപ്രായോഗികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലൈനാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എളുപ്പം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർമിയോട് ഞാൻ അപ്പോളജി നടത്തുകയില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ എഗൻ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഓഫ് കോഴ്സ് ഒരു മാറ്റം, ഈ പറയുന്ന ആർമി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇമ്രാൻഖാൻ രേഖപ്പെടുത്തപ്പെടും. പക്ഷേ അതിൽ പരാജയപ്പെട്ടു പോയ ഒരാൾ എന്നുള്ള നിലക്കായിരിക്കും അദ്ദേഹം രേഖപ്പെടുത്തപ്പെടുക എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് അത്ര എളുപ്പം മാറാൻ പോകുന്നില്ല. രണ്ടാമത്, ഈ ഇന്ത്യയിൽ നിന്ന് ഇദ്ദേഹത്തിന് അത് ഒരു കൗതുകമായ കാര്യമാണ്. ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇമ്രാൻ കുഞ്ഞുങ്ങൾ എന്ന ഒരു പ്രയോഗം നമ്മുടെ മിത്രങ്ങൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ സുനിൽ ഗാവസ്കറിനെ കുറിച്ചും ഇമ്രാൻഖാന് നീതി വേണം, അദ്ദേഹത്തിന് മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടണം, അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് കപിൽ ദേവും സുനിൽ ഗാവസ്കറും ഒപ്പിട്ടിരിക്കുകയാണ്. ഇമ്രാൻ കുഞ്ഞുങ്ങൾ എന്ന കാറ്റഗറിയിൽ, മിത്രങ്ങളുടെ കാറ്റഗറിയിൽ അവരും പെടുമോ എന്നൊരു കൗതുകം എനിക്കുണ്ട്.